ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ആം യുവർ നിമിഷ ഡേവിസ്. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സോടുകൂടി നമ്മളുടെ പവർ ബി ഐയുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കിപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, A to Z കംപ്ലീറ്റ് അരച്ചു കുടിക്കും നമ്മൾ, ഇല്ലേ? സിമിലർലി യു ഹാവ് ടു ഡു വിത്ത് പവർ ബി ഐ ഓൾസോ. പവർ ബി ഐയുടെ A to Z എല്ലാ ഓപ്ഷൻസും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എന്തൊക്കെ എങ്ങനെയെന്നുള്ളത് എക്സ്പ്ലോർ ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കുറേ പഠിച്ചു, പല പല വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്തു, പല രീതിയിൽ കാൽക്കുലേഷൻസ് ക്രിയേറ്റ് ചെയ്തു, ഇല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫൈനൽ ആയിട്ട് വരുന്നതാണ് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഡാഷ്ബോർഡ് ക്രിയേഷൻ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ ഒരു ഡാറ്റ സെറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. ആ ഒരു ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ ക്യാൻവാസ് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് എങ്ങനെ ആഡ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾ പഠിച്ചു, ഇല്ലേ? അല്ലെങ്കിൽ ഒരു കാർഡിൽ എങ്ങനെ ഇമേജ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മെഷേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എല്ലാ പിന്നെന്താണ് പവർ ക്വറി എഡിറ്ററിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതെല്ലാം കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്തിന്, ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട്. ഞാൻ നിങ്ങളോട് അപ്പ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെയിലി കാണുന്ന വീഡിയോന്റെ നോട്ട് അപ്പ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഈ വീഡിയോ 45th വീഡിയോ കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിവിടെ പോസ് ചെയ്യുക, ഒരു ദിവസം നിങ്ങൾ ടൈം എടുക്കുക, ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനിയുള്ളത് കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ഫൈൻ. ഇനി നമ്മളിപ്പം ഞാനിവിടെ ഒരു റിപ്പോർട്ട് കാണിച്ചു തരാം. ഞാൻ ഈ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇതൊരു എമർജൻസി റൂം വിസിറ്റിന്റെ ഒരു ഡാഷ്ബോർഡാണ്. ഇത് ഞാൻ യൂട്യൂബ് നോക്കി ചെയ്തതാണ് കേട്ടോ. യൂട്യൂബ് നോക്കി ചെയ്തതെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു ഇങ്ങനെ ഒരു ഇതിന്റെ, അപ്പോൾ അവരുടെ ഡാറ്റ സെറ്റ് എടുത്തിട്ട് അതിൽ കളർ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, സിമിലർലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ കംപ്ലീറ്റ് ഡാഷ്ബോർഡ് ക്രിയേഷൻ്റെ. എനിക്ക് എല്ലാം അങ്ങനെ നോക്കിയിരിക്കാനായിട്ട് എനിക്ക് അത്ര ടൈം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൽ എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു, പിന്നെ എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്തു. ഓക്കെ, അങ്ങനെയാണിത് വന്നത്. പിന്നെ പിന്നെന്താ, ആ അപ്പം ഇതിലെന്താ, ഇവിടെ ഞാനിപ്പോൾ 2020 സെലക്ട് ചെയ്തു. 2020 ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ജൂൺ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്താവും, എല്ലാത്തിലും എല്ലാ വിഷ്വലിലും ഇവിടെ ചേഞ്ച് ആവും. ഇവിടെ ടോട്ടൽ എത്ര പേഷ്യൻസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ആവറേജ് വെയിറ്റ് ടൈം എത്രയാണ്. ഓക്കെ, ഓ ഈ ഒരു ഗ്രാഫ് ഇങ്ങോട്ട് നീങ്ങി എടുക്കണ്ടല്ലേ, അന്ന് ശരിയാക്കണം. പിന്നെന്താണ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ എത്രയാണ്, ഓരോ വീക്ക് ഡേയിലും വരുന്ന ജെൻഡറിന്റെ എണ്ണം എത്രയാണ്, ഏജ് റേഞ്ച്, റേസ്, ജെൻഡർ, അങ്ങനെ പല രീതിയിലും അവരുടെ റേറ്റിംഗ് കണ്ടോ, അങ്ങനെ പല രീതിയിൽ നമുക്ക് അവിടെ വരുന്നുണ്ടായിരിക്കും. പിന്നെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആവറേജ് വെയിറ്റ് ടൈം എങ്ങനെയാണ്, പിന്നെ ഡേ ടൈമിൽ വരുന്ന പേഷ്യൻ്റ് ഇത്, അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യണതാണ്. അനലൈസ് ഒരു ഔട്ട്പുട്ട് കിട്ടണതാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ രണ്ട് സ്ലൈസർ വെച്ചിൻ്റെ ഡാഷ്ബോർഡ്, പിന്നെ സമ്മറി. സമ്മറി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു ടേബിൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണതാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സെർച്ച് ബാർ ഉണ്ട്. ഈ ഒരു സെർച്ച് ബാറിൽ എന്ത് നമ്മൾ എൻ്റർ ചെയ്യണോ അത് വെച്ചിട്ട് ഇവിടെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് വരും. ഇവിടെ ഞാനിപ്പോൾ TI എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ TI വെച്ചിട്ടുള്ള നെയിമുകൾ ഇവിടെ വരും. TI ഉള്ള ആ ഒരു നെയിമുകൾ വരും. നെയിം വെച്ചിട്ടാണ് ഫിൽട്ടർ ഔട്ട് ചെയ്ത് നോക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി തിരിച്ച് എനിക്കിപ്പോൾ ഡാഷ്ബോർഡിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യുക, ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. ഫൈൻ. ഈ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു പവർ BI ഫയൽ. അത് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് എഡിറ്റ് ചെയ്യുന്നതിന് മുന്നാണ് ഞാൻ പബ്ലിഷ് ചെയ്തത്. അതാണ് ഇവിടെ ഇങ്ങനെ പ്രശ്നം വന്നത്. കുഴപ്പമില്ല, നമുക്കിത് എന്ത് ചെയ്യാം, മൈ വർക്ക് സ്പേസിലോട്ട് ഞാൻ പോകുന്നു. ഇവിടെ ഇതേപോലെ തന്നെ ബ്ലിങ്കിറ്റിൻ്റെ ഡാഷ്ബോർഡ് ഉണ്ട് കേട്ടോ. ഞാൻ മുന്നേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബ്ലിങ്കിറ്റിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ബ്ലിങ്കിറ്റിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ്.
കണ്ടോ? പിന്നെ അത് റീസെറ്റ് ചെയ്താൽ എല്ലാം പഴയ പോലെ തന്നെ വരും. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എമർജൻസി റൂമിൻ്റെ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, നിങ്ങളൊരു ഡാറ്റ സെറ്റ് എടുക്കുക. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഡാറ്റ സെറ്റ് കിട്ടുക? കാഗിളിൽ നിന്ന് കിട്ടും. ഒരുപാട് ഡാറ്റ സെറ്റ് കിട്ടും നിങ്ങൾക്ക്. കാഗിളിൽ ഇപ്പം എന്ത് ചെയ്യുക, ഹോസ്പിറ്റൽ വേണ്ട, അല്ലെങ്കിൽ ക്യാൻസർ. ഇതിപ്പോൾ ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം കേട്ടോ, ലങ് ക്യാൻസർ. അപ്പോൾ ഇവിടെ താഴോട്ട് പോവുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതൊരു ഡാറ്റ സെറ്റാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് എടുക്കുക, ആ ഒരു ടോപ്പിക് വൈസ് എന്ത് ചെയ്യുക, നിങ്ങളൊരു ഡാഷ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇത് വേണ്ട, ഇത് ഞാൻ ഡിലീറ്റ് കൊടുക്കണം. ഡിലീറ്റ് കൊടുക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഇനി ഇതിലോട്ട് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബിസിനസ് അക്കൗണ്ട് വേണം. അതിനെന്ത് ചെയ്യും, എൻ്റെയിലും ബിസിനസ് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. കണ്ടോ, ചില ഇതിലാണ് ഇങ്ങോട്ട് വരുന്നത്. ഫൈൻ, നമുക്കത് ഇങ്ങോട്ടൊന്ന് ചെറുതാക്കി ഇടാം. ചില ഇത് കുറച്ചങ്ങോട്ട് നീണ്ടു പോകുമ്പോഴാണ് അങ്ങോട്ട് മാറിപ്പോയത്. ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പം എൻ്റെ എന്താണ്, എൻ്റെ ഈ സാധനം ഇല്ല, ബിസിനസ് അക്കൗണ്ട് ഇല്ല. ഇവിടെ ഞാൻ നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് സമ്മറി പേജ് കണ്ടില്ലായിരുന്നല്ലോ, പക്ഷെ ഇതിലുണ്ട്. ഈ ഒരു റിപ്പോർട്ടിൽ സമ്മറി പേജ് ഉണ്ട്. കാരണം ഞാനിത് എന്ത് ചെയ്ത് നോക്കുന്നത്, ഹൈഡ് ചെയ്താ വെച്ച് നോക്കുന്നത്. അതാണ് നിങ്ങൾക്ക് അതിൽ കാണാത്ത കേട്ടോ. ഓക്കെ, ഇതിന് എനിക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പവർ ബി ഐ ഈ ഒരു സർവീസിലോട്ട് നമുക്ക് ആഡ് ചെയ്യണം. അപ്പം ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പവർ ബി ഐ സർവീസ് സൈനപ്പ് എന്ന് കൊടുക്കുക. എന്നിട്ടുള്ളത് എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ് അക്കൗണ്ട് വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നറിയോ, ടെമ്പ് മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് ഉണ്ട്, tempmail.org. ഇതിൽ ഒരു ടെമ്പററി മെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബ്രൗസർ നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ മെയിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ മെയിൽ എടുത്തിട്ട് OTP പാസ്വേഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇത് ചിലപ്പം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു സെഷൻ എക്സ്പേർട്ട് ആവണ വരെ കിട്ടും. ഈ ഒരു മെയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഈ ഒരു മെയിൽ ID വെച്ചിട്ടാണ് ഞാൻ കയറി വെക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു മെയിൽ ID വെച്ചിട്ടാണ് ഞാൻ കയറി വെക്കുന്നത്. അതിലൊരു പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ സൈനപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലും ഇവിടെ ഒരു സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങളുടെ ഉണ്ടാവുക. അത് ത്രൂവും സൈനപ്പ് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഷെയർ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോപ്പി ലിങ്ക് കൊടുക്കാം. അതല്ലെങ്കിൽ അതിന് മുന്നേ എന്ത് ചെയ്യുക, ഫയലിൽ ഇവിടെ ഉണ്ടല്ലോ പബ്ലിഷ് എന്ന് കൊടുക്കാം, പബ്ലിഷ് ടു പവർ ബി ഐ കൊടുക്കാം. അപ്പം അതെന്തായിട്ടുണ്ടായിരിക്കും, നമ്മളുടെ ഈ ഒരു പവർ ബി ഐയിൽ വർക്ക് സ്പേസിലോട്ടാണെങ്കിൽ പബ്ലിഷ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം, അത് വരുന്നേ ഉള്ളൂ, ലോഡ് ആവട്ടെ. ഓക്കെ, വരുന്നേ ഉള്ളൂ, ഒരു പോപ്പപ്പ് ഇപ്പോൾ വരുമല്ലോ. ഇവിടെ കണ്ടോ, വർക്ക് സ്പേസ് ഇത് നമുക്ക് ഫ്രീ ആയിട്ടുള്ളതാണ്. ഓക്കെ, ഡു യു വാണ്ട് ടു സേവ് ദ ചേഞ്ചസ്? ഞാൻ സേവ് ചെയ്തു. അത് ഞാനിവിടെ നോക്കട്ടെ, എനിക്കിപ്പോൾ പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, പവർ ബി ഐ പ്രോജക്ട്സ് ഇങ്ങനൊരു പേര് കൊടുക്കണം. ഗോട്ട് ഇറ്റ്. അപ്ലൈ. ഓക്കെ, ഇത് പെയ്ഡാണ്, നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനും വിചാരിച്ചേ ഇവിടെ ഇങ്ങനെ ആക്റ്റീവായിട്ട് കിടക്കണോണ്ട്.
അപ്പം മൈ വർക്ക് സ്പേസ് ആണ് ഫ്രീ ആയിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യുക, ഇവിടെ മൈ വർക്ക് സ്പേസ് സെലക്ട് ചെയ്യുക, സെലക്ട് കൊടുക്കുക. അപ്പം ഇത് എന്തായിട്ടുണ്ടായിരിക്കും, അതിലോട്ട് പബ്ലിഷ് ആവുന്നുണ്ടായിരിക്കും. വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പം എന്താവും, ആ ഒരു ഇത് അവിടെ ഓപ്പൺ ആവും. tempmail.org എന്നാണ് കേട്ടോ സൈറ്റിന്റെ പേര്. നിങ്ങൾക്ക് ടെമ്പററി മെയിൽ എടുക്കാനായിട്ട് ജിമെയിൽ അവിടെ വർക്ക് ആവില്ല സർവീസിൽ. ഓക്കെ, ഇതിൽ പബ്ലിഷ് ആയി. ഫൈൻ. സമ്മറി എടുത്തു, സമ്മറിയിലോട്ട് പോയി. ഇവിടെ സെർച്ച് ബാർ ഉണ്ട്, സെർച്ച് ചെയ്യാം. ഡാഷ്ബോർഡിലോട്ട് വരാം. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഡാറ്റ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എന്താക്കുക, നിങ്ങളത് പ്രോപ്പറായിട്ടൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ നീണ്ട 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 നാളുകളുടെ യാത്ര ഇവിടെ സമാഗമിക്കുകയാണ് ഗൈസ്. ഇനി ഞാൻ വേറെ ഡാഷ്ബോർഡൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ അത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക. കംപ്ലീറ്റ് ഡാഷ്ബോർഡ് ക്രിയേഷൻ ഒക്കെ ഉണ്ടല്ലോ അത്. ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തെന്ന പോലെ ചെറിയൊരു വർക്കിംഗ് വീഡിയോ ഇതിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് പോവാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മളുടെ പവർ ബി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഞാനത് ധൃതി പിടിച്ച് ചെയ്യാൻ കാരണം ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഭയങ്കര 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 ബിസി ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി ചിലപ്പോൾ വീഡിയോകളെ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ടാണ് ധൃതി പിടിച്ച് ചെയ്തൊക്കുന്നത്. അപ്പം ഇന്ന് ചെയ്ത ഒറ്റ വീഡിയോനും ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും പോകുന്നില്ല. അപ്പം നിങ്ങൾ തന്നെ പഠിക്കാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ഇത് വരെയുള്ള നോട്ടുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് പ്ലേലിസ്റ്റ്. ആൻഡ് എല്ലാവരും പഠിക്കുക, നല്ലോണം പഠിക്കുക, നല്ല മാർക്ക് വാങ്ങണ്ട, ജോലി വാങ്ങാം. നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു ഡാഷ്ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ കാരണമാണ് പഠിച്ചതെങ്കിൽ, ഞാൻ കാരണമല്ല, എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടാണ് നിങ്ങളത് പഠിച്ച ഡാഷ്ബോർഡൊക്കെ ഉണ്ടാക്കിയെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിങ്ക്ഡിനിൽ വേണമെങ്കിൽ എന്നെ ഒന്ന് ടാഗ് ചെയ്തോ. ഓക്കെ, അപ്പം ശരി, ടാറ്റാ, ബൈ. ഇപ്പം തന്നെ ഒരുപാട് ടൈമായി, 2:15. ശരി ശരി, എനിക്ക് കിടന്നുറങ്ങണം. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു ഗൈസ്.